ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ വളരെ എക്സൈറ്റഡ് ആണ് നമ്മള്. കാരണം വേറൊന്നല്ല, നമ്മളുടെ സ്വന്തം ബാദ്ഷാ ഓഫ് ബോളിവുഡ്, കിങ് ഖാൻ SRK. നമ്മൾ പറഞ്ഞിരുന്നത് പഠാൻ പടത്തിന്റെ. കാരണം നമുക്കറിയാം ഇതിന്റെ അപ്ഡേറ്റ്സ് വരാൻ വേണ്ടി നമ്മൾ എപ്പോഴും വെയിറ്റിംഗ് ആണ്, എപ്പോൾ വരും എന്നുള്ളത്. ഇതിന്റെ ഓരോ അനൗൺസ്മെന്റ് വന്നപ്പോഴും ഓരോ പോസ്റ്റർ വന്നപ്പോഴും ഇങ്ങനെ എക്സൈറ്റഡ് ആയിരുന്നു ഇതിന്റെ ടീസർ എപ്പോൾ വരും അറിയാൻ വേണ്ടി. പിന്നെ അത് മാത്രമല്ല, ഇന്ന് നമ്മളുടെ സ്വന്തം SRKയുടെ ബർത്ത്ഡേയും കൂടിയാണ്. സോ ഹാപ്പി ബർത്ത്ഡേ SRK അല്ലേ? അതെ. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ഇന്ന് സംഭവം ഇറങ്ങിയിരിക്കുന്നു. കാരണം വേറൊന്നുമല്ല, നമ്മള് ഷാരൂഖ് ഖാന്റെ നമ്മള് ഹിന്ദി മൂവീസ് നമ്മൾ പണ്ട് കേൾക്കുന്ന സമയം, നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കേൾക്കുമ്പോ ആദ്യം വരുന്ന ഫേസ് എന്നുള്ളത് ഷാരൂഖ് ഖാന്റെ ഫേസ് ആണ്, ഷാരൂഖ് ഖാന്റെ പാട്ടുകളുമാണ്. അപ്പൊ നമ്മൾ ആ ഒരു കുറച്ച് ഗ്യാപ്പിന് ശേഷം വരെയാണ് SRK. എന്താ പറയുക, നമ്മൾ പറയില്ലേ, നമുക്ക് എപ്പോഴും SRKനെ സ്ക്രീനിൽ കാണുമ്പോ എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ്. അതെ, കാരണം വെച്ചാൽ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ട്രെൻഡ് കൊണ്ടുവന്ന ഒരു ആക്ടറാണ് ശരിക്കും. കാരണം വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കൂടുതലും ദൂരദർശനൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ കേബിൾ TV-യിലായാലും എപ്പോഴും നമ്മൾ SRKയുടെ പടങ്ങളാണ് കൂടുതൽ കാണുക. കാരണം എപ്പോഴും അത് റൺ ചെയ്യുന്ന SRKയുടെ പടങ്ങളായിരിക്കും അല്ലെ. അപ്പൊ അതെന്നെ കണ്ട് ചെറുപ്പം മുതലേ നമുക്കൊരു ഇഷ്ടം ഷാറുഖ് ഖാൻ എന്നൊരു ആക്ടറിനോട് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് മാനറിസംസും കാര്യങ്ങളൊക്കെ, അതിപ്പോ നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്ന ആയാലും അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിന്റെ ആയാലും അല്ലെ, എല്ലാത്തിനും ഒരു ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ പടം എന്ന് പറയുന്നത് യാഷ്രാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിൽ വരുന്ന ആ ഒരു കണ്ടിന്യൂഷനിൽ വരുന്ന പടങ്ങളാണ്. നമുക്കറിയാം ഏക്താ ടൈഗർ, ടൈഗർ സിന്ദാ ഹൈ, അതുപോലെ തന്നെ വാർ സിനിമകൾക്ക് ശേഷം വരുന്ന ആ ഒരു സ്റ്റോറി ലൈനിൽ വരുന്ന സിനിമയാണ്. നമുക്ക് എന്തായാലും പോവാം പഠാൻ ടീസറിലോട്ട്. റെഡി അല്ലേ? 25 ജാനുവരി. അത്ര വൈകുന്നില്ല, വേഗം വരുന്നുണ്ട്. എന്താ സംഭവം, നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്ന സംഭവം എക്സാക്ട്ലി നമുക്ക് ടീസറിൽ നിന്ന് കിട്ടിയ ആ ഒരു വൈബ് ഭയങ്കര. കാരണം ആ കാണിച്ചിരിക്കുന്ന ഓരോ ഫ്രെയിംസും നമ്മൾ ആ ഒരു നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, അതിനെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ. കാരണം ആദ്യം ഇങ്ങനെ കാണിക്കാണ്ട് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചിട്ട് പിന്നെ കാണിക്കുമ്പോൾ നമുക്ക് ആ ഒരു കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു ഷാറുഖ് ഖാൻ. ഈ ഒരു തിരിച്ചു വരവ് നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയോ, സത്യമായിട്ടും പറയാണ്. കാരണം കുറേയധികം സംഭവങ്ങളൊക്കെ പറയുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് SRKയുടെ ഒരു തിരിച്ചുവരവ്, ഒരു ഗംഭീര തിരിച്ചുവരവ്. അതും ബാങ്ക്, ആ ഒരു സംഭവം ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബാങ്ക് ഉണ്ട് അല്ലെ. ശരിക്കും നമുക്കറിയാം ഇതിന്റെ ഡയറക്ടറും അങ്ങനത്തെ ഒരു ഡയറക്ടറാണ്. നല്ല പടങ്ങൾ, ഇങ്ങനത്തെ ടൈപ്പ് പടങ്ങൾ എടുക്കാൻ ബെസ്റ്റ് ഡയറക്ടറാണ്. നമുക്കറിയാം വാർ സിനിമ കണ്ട ആരും മറക്കില്ല സിദ്ധാർത്ഥ് ആനന്ദ് എന്ന ഡയറക്ടറിനെ. കാരണം അതിൻ്റെ അകത്ത് രണ്ട് ആക്ടർക്കും അത്രയും ഒരുപോലെ പ്രാധാന്യം കൊടുത്താണ്. അപ്പം അങ്ങനത്തെ സംഭവം വരുന്ന സമയത്ത് ഈ സിനിമയിലും ഉറപ്പാണ്. പ്രത്യേകിച്ച് SRKയും ദീപിക പടുക്കോണും കൂടി സ്ക്രീനിൽ വരുന്ന സമയത്ത് നമുക്കറിയാം അവരുടെ കെമിസ്ട്രി നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അതുകൂടാതെ തന്നെ ജോൺ അബ്രഹാം, ഇങ്ങനത്തെ പടങ്ങളിൽ പ്രത്യേകിച്ച് ഫൈറ്റ് പടങ്ങളിൽ ജോൺ അബ്രഹാം കൂടി വരുമ്പോൾ മൊത്തത്തിൽ എന്തായാലും കലക്കി മറിക്കും. മെയിനായിട്ട് പറയാനുള്ള ഇതിന്റെ ആ ഒരു വിഷ്വൽസും അതുപോലെ ഇതിന്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പറയാനില്ല, രക്ഷയില്ല. അതുപോലെ തന്നെ ലുക്ക്, ഷാറുഖ് ഖാന്റെ ലുക്ക്, ആ ഒരു മുടി ഇങ്ങനെ ആക്കിയിട്ടുള്ള ലുക്കും, പിന്നെ അതുപോലെ തന്നെ ആ കാണിച്ചിരിക്കുന്ന ഷാറുഖ് ഖാനെ നമ്മൾ പറയില്ലേ, SRKനെ നമ്മൾ ആദ്യം കണ്ടിരുന്ന അതുപോലെ തന്നെ ഉണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് അറിയോ. ഇതൊരു ഗംഭീര തിരിച്ചുവരാനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഷുവർ ആയിട്ടും. 25-ാം തീയതിയാണ് ജനുവരി. അധികം ഇല്ല, ഇനിയിപ്പം ട്രെയിലറും സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി പൊളിക്കും. യാഷ്രാജ് ആണ് പ്രൊഡക്ഷൻ, അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് കാര്യത്തിലൊന്നും പേടിക്കാണ്ടാവില്ല. സംഭവം ഒരു ക്വാളിറ്റി തന്നെ തരാൻ നോക്കും. എന്തായാലും എന്താ പറയാ, നല്ല രീതിയിൽ വരട്ടെ. പഠാൻ എന്ന് പറയുന്ന ആ ഒരു മൂവി നമ്മളും കട്ട വെയിറ്റിംഗ് ആണ് ഇതിന്റെ കുറെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട്, ദീപിക പടുക്കോണിന്റെ ഫൈറ്റ് സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് എന്താ പറയാ, ഈ മൂവി കൂടി വന്നതിന് ശേഷം പിന്നെ നമ്മൾ വേറെ ഒരു സംഭവം കൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഒരു യൂണിവേഴ്സ് അതെന്തായാലും സംഭവം. ഹൃതിക് റോഷൻ, ഷാറുഖ് ഖാൻ, പിന്നെ അതുപോലെ സൽമാൻ ഖാൻ, ടൈഗർ ഷ്രോഫ്, എല്ലാരും കൂടി ഉണ്ടാവും. അപ്പൊ എന്തായാലും കട്ട വെയിറ്റിംഗ്. സോ ടീസർ വേറെ ലെവൽ. സോ വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ SRK. അപ്പൊ നിങ്ങൾ ടീസർ കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത്, എന്ത് എക്സൈറ്റ്മെന്റ് ആണ് കിട്ടിയെന്നുള്ള കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. SRK ഫാൻസ് വരാ, എല്ലാവരും വന്ന് അവരുടെ പവർ കാണിക്കുക. അപ്പൊ എന്തായാലും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.